ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ചെറിയ ഈ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അധികം വലിപ്പമൊന്നുമില്ലാത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴുത്തിട്ട് തോലൊക്കെ കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴവും ഇതിനായിട്ട് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നേന്ത്രപ്പഴം ഞാൻ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് രണ്ടായിട്ട് കട്ടാക്കിയിട്ട് പിന്നെ ഒന്ന് ചെറുതാക്കി ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക. ഇത് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. ചെറുതായിട്ട് കട്ടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് നല്ല ചെറുതായിട്ട് കട്ടാക്കി എടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 4 ചെറിയ നേന്ത്രപ്പഴം ആണ് ഈ ഒരു സ്നാക്കിലേക്ക് എടുക്കുന്നത്. അപ്പോൾ മുഴുവനും ഞാനിവിടെ 4 കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് വരെ നെയ്യ് വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് അടച്ചു വെക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് എന്നാൽ ലോ ഫ്ലെയിമിലും വെക്കരുത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നേന്ത്രപ്പഴം കുക്കായി കിട്ടും. അപ്പോൾ അതായത് നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മിനിറ്റോളം ഇതൊന്ന് വേകാനായിട്ട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പഴുത്തിട്ട് തോലൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ ഇത്ര ടൈം എടുക്കില്ല. പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടിക്കോളും. അതിന് ഞാൻ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്ന ഈ ഒരു സാധനം കൊണ്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഈ ഒരു സാധനം ഞാൻ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു 100 രൂപയിൽ താഴെയാണ് എനിക്കിതിന് അന്ന് റേറ്റ് വന്നത്. നമ്മളൊരു 3-4 മാസത്തിൻ്റെയൊക്കെ മുമ്പാണ് ഞാനിതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സാധനം കൊണ്ട് ഉടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുത്താൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം നല്ല തോലൊക്കെ കറുത്ത പഴമാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് വെന്തിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ തവി കൊണ്ടൊന്ന് ഉടച്ചാൽ തന്നെ ഉടഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ ദാ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനൊരു 10 ബദാം എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ നേന്ത്രപ്പഴം എടുത്തതുകൊണ്ടാണ് ഇതെല്ലാം ചെറിയ അളവിൽ എടുക്കുന്നത്. നേന്ത്രപ്പഴം കൂടുതൽ എടുക്കുമ്പോൾ എല്ലാ ചെരുവയും കൂട്ടിയെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉണ്ട ശർക്കര ഒന്ന് ചീകി, നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ചീകി എടുക്കൂലേ, അങ്ങനെ ചീകി എടുത്തത് ഒരു 1/4 കപ്പാണ് ഉണ്ടായിരുന്നത്. ഒരു ഉണ്ട ശർക്കര കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ശർക്കരയൊന്ന് മെൽറ്റായി വരണം. ഈ സമയത്ത് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചിട്ട് ഏറ്റവും ലോയിൻ്റെ അടുത്തേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലെയിം. എന്നിട്ട് ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റാവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ റവ ചേർക്കുന്നില്ല, 1 ടേബിൾ സ്പൂൺ റവ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1/2 കപ്പിൽ നിന്ന് ഒരു 1/4 കപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഈ സമയം ഫ്ലെയിം ഏറ്റവും ലോയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ റവയും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോയിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് ഈ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. എനിക്ക് ഈ 1/4 കപ്പ് കറക്റ്റ് ഭാഗമാണ് വന്നത്. നമ്മൾ 1/4 കപ്പ് റവ, എന്താ പറയുക, 1/4 കപ്പ് ഗോതമ്പ് പൊടി പാകമായി വരുന്നത് നമ്മൾ 1 ടേബിൾ സ്പൂൺ റവ ആദ്യം ചേർത്തത് കൊണ്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഗോതമ്പ് പൊടി റവയും ചേർക്കാൻ ഗോതമ്പ് പൊടി റവയും ഒരുമിച്ച് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റവ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഉരുട്ടിയത് കണ്ടില്ലേ, ആ രീതിയിലൊന്ന് ഉരുണ്ട് വരുന്നതാണ് കറക്റ്റ് പാകം. അപ്പോൾ നിങ്ങൾക്ക് ഇത് 1/4 കപ്പ് ചേർത്തിട്ട് ഉരുണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ റവ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് പിന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ ഉരുണ്ട് വരുന്നില്ലെങ്കിൽ ബാക്കി ഗോതമ്പ് പൊടി ഇവിടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് എനിക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഉരുണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ രീതിയിൽ നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെയും റെഡിയാക്കാം. ഞാനിപ്പോൾ ഉരുട്ടിയിട്ട് ഒരു ബോൾ പോലെയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ റവ ചേർത്തതുകൊണ്ടാണ് എനിക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി മാത്രം മതിയായത്. അല്ല റവ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ ദാ ഇതിലേക്ക് ഞാനൊരല്പം വെളുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ള് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണാനൊരു ഭംഗിയും കഴിക്കുമ്പോൾ കടിക്കാനും ഒരു ടേസ്റ്റാണല്ലോ, അതുകൊണ്ട് മാത്രമാണ് ചേർക്കുന്നത്. ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഓയിലൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലും ഏറ്റവും ലോ ഫ്ലെയിമിലും വെക്കരുത്. അപ്പം നമ്മൾ വെളുത്ത എള്ള പിന്നെ ഇതിൻ്റെ പുറമേ ഒന്നിങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ഇളകി എണ്ണയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേന്ത്രപ്പഴമൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് എള്ള് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇങ്ങനെ എണ്ണയിലേക്ക് വിട്ടു പോകുന്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ബദാം ചേർത്തത്, നിങ്ങൾക്ക് ബദാം കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം നട്ട്സ് ഏതെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പോൾ എന്താ പറയുക കാഷ്നട്ട് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പീനട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ചെറുതായിട്ട് എല്ലാം ക്രഷാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ഇവിടെ ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ മുഴുവൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. നേന്ത്രപ്പഴമൊക്കെ പഴുത്ത് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പഴവും ഇതിനായിട്ട് യൂസ് ആക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.